പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് എടുക്കുമ്പോൾ എല്ലാവരും പറയും സിക്ക് പണിയെ പാടാണ്, പെട്ടെന്ന് കിട്ടില്ല എല്ലാം പറയും. പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സിലബസ് ഒരുപാട് വാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ടൈമൊക്കെ മാനേജ് ചെയ്ത് പഠിക്കുമ്പോഴത്തേന് നമുക്കത് പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേന് നമുക്കൊരു കോൺഫിഡൻസ് അത് കിട്ടുമായിരുന്നു. ഫൗണ്ടേഷൻ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അത്രയും മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസാനം ആ റാപ്പിഡ് എക്സാം നടത്തിയത് നല്ലതായിരുന്നു. മെയിൻ എക്സാമിന് അതിൻ്റേതായ ലോയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇൻ്റർന് പിന്നെ വേറെ എങ്ങും ഞാൻ പോകണമെന്ന് വിചാരിച്ചില്ല. IIT തന്നെ വരുമെന്ന് അങ്ങനെ വിചാരിച്ചത് ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം. ഫാക്കൽറ്റീസ് ആയാലും നമുക്ക് എത്ര വേണമെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് സ്റ്റഡി ലീവിൻ്റെ സമയത്തായാലും നമ്മൾ ഡൗട്ട് ചോദിച്ചവർ പറഞ്ഞു തരികയും എല്ലാവരും നല്ലപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അല്ല, മോളുടെ തന്നെ ഒരു ആശയമാണ്. വളരെ അതെ അതെ. ഞാനും ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടുകാരനാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും. അല്ല, ഞങ്ങളതിൻ്റെ ഒരു റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂസാണ് ഈ IITക്ക് ഞങ്ങൾ കണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല റിവ്യൂസ് ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് ഈ ആൾക്കാർ ഈ ടൗണിൽ അല്ലെങ്കിൽ എറണാകുളം, ആലപ്പുഴ അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ നോക്കുന്നത് നല്ലത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത് തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് നല്ല റിവ്യൂസും ഉണ്ട്, നല്ല റേറ്റിംഗും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ. പിന്നെ ഫൗണ്ടേഷനെ കൂടെ കൊണ്ട് പാസ്സായി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ അവളുടെ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവൾക്ക് ഫുൾ ഇവിടെ തന്നെ പോകണമെന്നുള്ളൊരു ഇതാണ്. അല്ല, ചില ആൾക്കാർ ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ് നേരെ അങ്ങ് എറണാകുളം ഒക്കെ പോകുന്നവർ നമ്മൾ കാണുന്നുണ്ടല്ലോ, ചില കേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുസരിച്ച് നോക്കിയപ്പോൾ അവളുടെ ഒപ്പീനിയൻ തന്നെ ആയിരുന്നു ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അത് പ്രാക്ടിക്കലി അത് ഫുൾഫിൽ ചെയ്ത് നല്ല സന്തോഷമുണ്ട് കാര്യത്തിൽ. നല്ലൊരു ഡിസിഷനാണ് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ GST കൺട്രി ആയതുകൊണ്ടും ഫൈനാൻസ് എല്ലായിടത്തും ഇൻവോൾവ് ആയതുകൊണ്ടും ഞാനൊരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടുകാരനായതുകൊണ്ടും ഞാൻ ആ മേഖലയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടും ഏറ്റവും നല്ലൊരു കോഴ്സായിട്ട് CA എടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ടോപ്പ് ലെവലിൽ തന്നെ എടുക്കണമെന്ന് നമ്മൾ പറയുന്നത്.